സയ്യിദ് പറഞ്ഞോളൂ. നോക്കൂ, ഇത് കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരിടത്ത് അദ്ദേഹം പറയുന്നു കാല് കുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്നല്ല അർത്ഥമെന്ന്. എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ്, പ്രതീകാത്മകമാണ്, ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി പോലീസുകാർ വരുന്ന ആൾക്കാരോട് നിങ്ങൾ അമ്മയെ കണ്ടു മരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് അന്നേരത്തെ ആവേശത്തിന് പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഭാവന തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് SFI ഇത്രയും കാലം ക്യാമ്പസിൽ നടത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകമോ ഭാവനാത്മകമോ ആണെന്നും അതിന് വാക്യാർത്ഥത്തിൽ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ വിലയിരുത്തട്ടെ. നോക്കൂ, ഇവിടെ ശ്രീ പ്രിജി മനസ്സിലാക്കേണ്ടത് SFI വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഭാവനാത്മകമാക്കുമ്പോൾ ഇതിന്റെ എല്ലാം വാക്യാർത്ഥത്തിൽ തന്നെ ഗവർണർ എടുത്ത് ആ പരിപാടി അവിടെ അങ്ങ് നടത്തി കാണിച്ചു. അതായത് ഇന്ന് താങ്കൾ ഇപ്പൊ പുച്ഛിച്ചല്ലോ, എന്താ ഈ മിഠായി തെരുവിൽ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. മിഠായി തെരുവിൽ ഇന്ന് ആൾക്കാരുടെ സ്നേഹം കണ്ടുകൊണ്ട് ഗവർണർ അവിടെ നടന്നിരിക്കുന്നതാണ് യഥാർത്ഥ നവകേരള യാത്ര. ഈ കഴിഞ്ഞ 3 ദിവസം എന്ന് പറയുന്നത് പ്രിജി പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വില കളഞ്ഞു ഗവർണർ എന്നാണ്. അതെങ്ങനെയാണ്? മിഠായി തെരുവിൽ മനുഷ്യരല്ലേ കച്ചവടം നടത്തുന്നത്? അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് മനുഷ്യരല്ലേ? മിഠായി തെരുവ് കേരളത്തിലുള്ള ഒരു സ്ഥലമല്ലേ? അവിടെ ഒരു ഗവർണർ പോയി കഴിഞ്ഞാൽ അവിടെ വില പോകുമോ? എന്താ ഈ ഗവർണർ മതിലിടിച്ചിട്ട് എവിടെയെങ്കിലും പോയി നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ? അതോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ പോയിട്ട് ആ അമ്പലത്തിന്റെ പറമ്പിൽ വല്ല പരിപാടി നടത്തിയെങ്കിൽ മാത്രമേ അത് അംഗീകൃതമാകുകയുള്ളൂ? അതെന്താ മിഠായി തെരുവ് ഇവിടെ അല്ലേ? ഇന്നെന്താ AK ബാലൻ പ്രസ്താവന ഒരു ചാനലിൽ പറയുന്നത് ഞാൻ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് ഗവർണർ ഇറങ്ങി നടക്കാൻ കഴിഞ്ഞുവെന്ന് അതിനുള്ള മറുപടി കൂടി ഞാൻ പറയാനാണ്. ഇത് നിങ്ങളുടെ മൻ കി ബാത്ത് അല്ല എന്നൊക്കെ ഉള്ളത്. ഒന്ന് അല്പം ഞാനത് ചോദിച്ചു. താങ്കൾ അത് ചോദിക്കാനും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ ശ്രീധരോട് ചോദിച്ചു. ഞാനത് ചോദിച്ചു. ശ്രീധർ അതിന്റെ മറുപടി പറയും. ഞാനത് മറുപടി പറയുകയാണ്. നോക്കൂ, ഇതിന്റെ പ്രശ്നം ഇന്ന് AK ബാലൻ പറയുന്നത് കേട്ടു. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അദ്ദേഹത്തിനോട് വിരോധമുള്ള ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലോ എന്ന്. അപ്പൊ ഈ ചാനലുകാരൻ, നമ്മുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നുണ്ട് തിരിച്ച്, വിഷം കലർത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന്. ഉടനെ ഉരുളാൻ തുടങ്ങി. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗവർണറോ രാഷ്ട്രപതിയോ കഴിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ മിഠായി തെരുവിനോട് പുച്ഛം? മിഠായി തെരുവിൽ നടത്തുന്ന ആ കച്ചവടക്കാരോട് പുച്ഛം? ആൾക്കാരെ അപായപ്പെടുത്താനിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഗൂഢോദ്ദേശത്തോട് കൂടിയിട്ടുള്ള സംസാരം എന്താ ഇത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരാരും കേരളത്തിലുള്ള മനുഷ്യരല്ലേ? ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മഞ്ജുഷ്, കേരളത്തിൽ SFIയുടെ സ്ഥാനം എവിടെയാണെന്നും ഗവർണറുടെ സ്ഥാനം എവിടെയാണെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞിരുന്ന വാഗ്വാദങ്ങളും ഗീർവാണങ്ങളും എന്തൊക്കെയായിരുന്നു? ഒന്ന്, കോഴിക്കോട് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല, അദ്ദേഹം പ്രവേശിച്ചു. SFIയുടെ 6 ഷോ 4 ഷോ ആയിപ്പോയി. അതായത് ഈ 6 ഷോ എന്ന് പറഞ്ഞാൽ 6 മണിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു, അത് 2 മണിക്കൂർ മുമ്പ് ഒരു 4 ഷോ ആയിട്ടങ്ങ് തുടങ്ങി. അതിനു മുമ്പേ ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹം വരുന്നതിന് 2 മണിക്കൂർ മുമ്പേ പ്രധാനികളെല്ലാം അറസ്റ്റ് വരിച്ച് അങ്ങ് പോയി ആയുധം കെട്ട് വെച്ച് കീഴടങ്ങി. എന്നിട്ട് ഗവർണർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള റോഡിൽ ഇവർ പ്രതിഷേധം നടത്തി. കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഗവർണർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാനർ കെട്ടി യുദ്ധം നടത്തി. അതെല്ലാം പിന്നെ ഗവർണർ വിളിച്ച് അഴിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയല്ല, അതിനപ്പുറത്തേക്ക് മാറി. മറ്റേ ഒരു നിയമമുണ്ട് 200 മീറ്റർ എന്നൊക്കെ, അതിനപ്പുറത്തേക്ക് മാറ്റിയിട്ട് വീണ്ടും ബാനർ കെട്ടി. പോലീസ് സംരക്ഷണത്തിന്റെ പിൻബലത്തിലാണ് ഗവർണർ ഈ ഷോ കാണിക്കുന്നതെന്ന് SFI പറഞ്ഞപ്പോൾ എനിക്ക് പോലീസ് വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി നടന്നു. അങ്ങനെ നിർബന്ധിതമായിട്ട് ആദ്യം നിങ്ങൾ പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് സർക്കുലർ ഇല്ലാതെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആരോടും പറയാതെ ഒരു പ്രദേശത്തേക്ക് ചെന്ന് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അദ്ദേഹത്തോടൊരു സമീപനം കാണിച്ചതെന്നുള്ളത് നോക്കുക. അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ ചുംബിക്കുന്നു. നേരത്തെ ശ്രീ പ്രിജി തന്നെ പറഞ്ഞു വേറെ എങ്ങും ഇങ്ങനെ ഒരു ഗവർണർ ഇല്ല എന്ന്. ശരിയാ, ഇത്ര ജനകീയനായിട്ടുള്ള ഒരു ഗവർണർ ഒരുപക്ഷെ ഇന്ത്യയിൽ എങ്ങും ഉണ്ടാവില്ല. കേരളത്തിലായതുകൊണ്ടും പിണറായി വിജയൻ ഭരിക്കുന്നതായതുകൊണ്ടുമാണ് ഗവർണർക്ക് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത് എന്ന്, അതായത് സുരക്ഷിതരായി നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്, മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ ഉമ്മൻചാണ്ടി ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ ആൾക്കാരെല്ലാം എന്താ ആക്രോശത്തോടു കൂടി അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുമെന്നോ? അത് കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ സ്വഭാവമാണ്. ഏത് നാട്ടിലുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഗവർണർമാർ നടന്നു പോകുന്നു. ഓരോ സംസ്ഥാനങ്ങളിൽ നടന്നു പോകുന്ന സമയത്തെല്ലാം ഗവർണർമാരെ ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഈ ചെരുപ്പറിയാൻ വേണ്ടിയിട്ട് പോകുന്നതും കരിങ്കൊടി കാണിക്കാൻ പോകുന്നതും ഒക്കെ വേറെ പശ്ചാത്തലത്തിൽ അങ്ങനെ നിക്ഷിപ്ത താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ SFIക്കാരെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഗഗ്ഗ ചച്ച ദദ്ദ എന്നു വരപ്പിച്ചു.
അങ്ങനെ വരപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനം എന്ത് പറ്റി? ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചയിൽ വന്നിട്ട് ആൾക്കാർ പറയുക ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പറയുന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ എന്ന്. ഇതിപ്പോ എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിക്കും, ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന്. ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടത് പ്രതിനിധി പറയുകയാണ്, ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരോട്, നിങ്ങൾ അമ്മയെ കണ്ട് മരിക്കൂല എന്ന്. ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നതെന്ന്? അപ്പൊ ഇങ്ങനെ പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ SFI വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ പറയുന്നത്. നമസ്കാരം. SFI എന്ന കോമാളി കൂട്ടത്തെ പച്ചയ്ക്ക് നിർത്തി തൊലി ഉരിച്ചു വിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അതും ശ്രീജിത്ത് പണിക്കർ. ഇവറ്റകൾ ഇത്രയേ ഉള്ളൂ എന്ന് കഴിഞ്ഞ 1-2 ദിവസം കൊണ്ട് തന്നെ മലയാളികൾക്ക് മനസ്സിലായി. അന്യനാട്ടുകാരനായ ഒരാൾ ഒന്ന് തുനിഞ്ഞ് നെഞ്ചു പിരിച്ചിറങ്ങിയപ്പോൾ SFI എന്ന കോമാളി കൂട്ടം സത്യത്തിൽ എന്താണ് എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. മലയാളവും അറിയില്ല, ഇംഗ്ലീഷും നേരെ ചൊവ്വേ അറിയാത്ത ഒരു കോമാളി കൂട്ടം. സത്യത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ SFI എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നടക്കുന്ന നേതാക്കളോ അണികളോ ഇവർ ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും മരുന്നിനെങ്കിലും ഒരാളെങ്കിലും നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിപ്പുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും പിൻവാതിൽ കൂടെ കയറിയ കഥയല്ല ഈ പറയുന്നത്. മര്യാദയ്ക്ക് നേരെ ചൊവ്വേ പഠിച്ച് ഏതെങ്കിലും ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അവർക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണും. പക്ഷേ ഈ SFI എന്ന ഈ കോമാളി കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മര്യാദയ്ക്ക് പഠിച്ച് ഏതെങ്കിലും സിവിൽ സർവീസോ അല്ലെങ്കിൽ അതുപോലുള്ള തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഉയർന്ന പദവിയിൽ ഇരിപ്പുണ്ടോ എന്ന് നോക്കുമ്പോഴേ ഇതെന്തൊരു കോമാളി കൂട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ചില ബാനറുകളൊക്കെ. അതിൽ മലയാളവും തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഇതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.